ആ ഇപ്പോഴാണ് കറക്റ്റ് ഒരു ആറ്റിറ്റ്യൂഡ് കാണുന്നത്. കൊരങ്ങി, എന്താ ഒരു രസം, കൊരങ്ങി ലുക്ക്. ഇതെങ്ങനെയാണ് കഴിയുന്നത്? ഇതാണ് കഴിവ്. മമ്മൂക്കൊക്കെ പറ്റുമോ ഇതുപോലെ? ലാലേട്ടന് പറ്റുമോ ഇതിന്? അല്ലടോ മഞ്ജു വാര്യർക്ക് പറ്റുമോ? പറ്റൂല. ഇതാണ് റിയൽ ആക്ടിങ്. ആക്ടിങ് എന്നൊന്നും പറയരുത്, ഇതാണ് റിയാലിറ്റി. ഡയറക്ടർ ഒന്നും പറഞ്ഞു ചോദിക്കേണ്ട കാര്യമില്ല, കറക്റ്റ് സാധനം. എങ്ങനെയാണ് ഈ കൊരങ്ങി ലുക്കൊക്കെ ചെയ്യാൻ കഴിയുന്നത്? വലിയ സംഭവം തന്നെ കേട്ടോ. എന്ത് നെഗറ്റീവ് പറഞ്ഞാലും മരമുണ്ട്, മരപ്പെട്ടി, എന്ത് പറഞ്ഞാലും അത്രേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും ഇനി ഇല്ലല്ലോ ഇതിനകത്ത്. ചേച്ചി രാവിലെ തന്നെ ചൂടിലാണെന്ന് തോന്നുന്നു. ഇന്നലത്തെ കിക്കായിരിക്കും അല്ലേ? എന്തല്ലേ, എന്തൊരു സ്റ്റൈലാന്നൊക്കെ. എല്ലാം അതാ, എല്ലാം ഇതാണ് വൈബ് മോണ, ഇതാണ് വൈബ്. സംഭവം അത് അറിയല്ല, എന്നാൽ പോലും അതാ എന്നൊക്കെ ആ നാക്കിൽ നിന്ന് കേൾക്കുമ്പോൾ ആ തനി കൂതറ സ്വഭാവം കൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ കേൾക്കാൻ തന്നെ എന്തൊരു രസമാണല്ലേ. ഇതിനെയാണൊക്കെ സപ്പോർട്ട് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം അറിഞ്ഞല്ലോ അല്ലേ, ദുബായിൽ അന്വേഷണം പോകുന്നത്രോ. അതായത് ഡ്രഗ് മാഫിയ, പിന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് അന്വേഷണം വന്ന് കേന്ദ്ര ഗവൺമെന്റ് അന്വേഷണം തുടങ്ങി. അറിഞ്ഞില്ലേ? ഉടനെ തന്നെ കുറെ ആൾക്കാരെ പൂട്ടും. എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് പോയിരുന്നത് എന്നും ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് ചാറ്റേഡ് വിമാനത്തിലൊക്കെ വന്നതൊക്കെ അന്വേഷണ വിധേയമാകുമെന്ന് അറിഞ്ഞത് ചേച്ചിക്ക് നന്നായി കുരുപൊട്ടി. ഇത്ര ദിവസമായിട്ട് ഷെഫീന ബീവിക്ക് മറുപടി ഒന്നും കൊടുക്കുന്നില്ല. എന്താ കാര്യം? അതൊക്കെ തന്നെ. അപ്പൊ ചേച്ചിക്കെല്ലാം അതാ അതാ സപ്പോർട്ട് ചെയ്യുന്ന ചേച്ചിമാരെ കണ്ടോളി. ഇതാ എനിക്ക് ഭയങ്കര അത്ര ഇല്ല ഇല്ല, അങ്ങനെ പറഞ്ഞാൽ എനിക്കും രാവിലെ ഞാൻ പറയുന്നത് എന്നുള്ള ഒറ്റയാണ്, ഞാൻ സംസാരിച്ചില്ല. എനിക്ക് സംഭവം സത്യം തന്നെ കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഷെഫീന ബീവി പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇത്, ബാക്കി ആര് പറഞ്ഞാലും കുഴപ്പമില്ല. കാരണം ബാക്കിയുള്ള ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഈ സാധനങ്ങൾ റിയാക്ട് ചെയ്യുന്നുള്ളൂ. ഷെഫീന ബീവി സത്യസന്ധമായിട്ട് എന്തൊക്കെയോ തുറന്നു പറയുന്നത് കൊണ്ട് തന്നെ ഷെഫീന ബീവിയെ നല്ല ഭയമുണ്ട്. അന്വേഷണം വന്നു, അന്വേഷണം തുടങ്ങി, കുറേ ആളുകൾ കേസ് കൊടുത്തിട്ടുണ്ട്. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരള സർക്കാരിന്റെയും ഒരു ബാധ്യതയാണ് ഇനി തെളിയിക്കുക എന്നുള്ളതാണ്. കാരണം സോഷ്യൽ മീഡിയ തന്നെയാണ് ഇവിടെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ ഏതൊരു മന്ത്രിക്കും PR വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ, സോഷ്യൽ മീഡിയയിൽ തന്നെ പറയണം. പിണറായി വിജയൻ ഉയിര്, ഞാൻ സഖാവ് എന്നൊക്കെ പറഞ്ഞ ആളാണല്ലോ. അപ്പോൾ പിന്നെ സർക്കാരിനെ അത് അന്വേഷിക്കേണ്ടി വരും. പണി കിട്ടും, എൻ്റെ പൊന്ന് ചാച്ചി, പണി കിട്ടും. തെറി ഇങ്ങനെ വിളിച്ചു പറഞ്ഞൊന്നും ഒരു കാര്യമില്ല. ഇനി ദുബായിലേക്കുള്ള പോക്കൊക്കെ നിൽക്കാൻ പോവുക. ഇനി അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മൂഞ്ചിപ്പിക്കും എന്നൊക്കെ ആ നാട്ടിലുള്ള കുറേ ആളുകൾ ഇപ്പോൾ പറയുന്നുണ്ട് കേട്ടോ. എന്തിനാണ് നിങ്ങൾക്ക് ഇത്രമാത്രം അസൂയ? ഒരു പാവപ്പെട്ട ഒരു നിക്കർ വിധവയെ നിങ്ങൾ ഇങ്ങനെയൊന്നും പറയരുത്, ജീവിച്ചു പൊക്കോട്ടെ. അല്ല, ഇങ്ങനെ പറയുന്ന ആളുകളോട് ഒന്നേ പറയാനുള്ളൂ, രാജ്യവിരുദ്ധ പ്രവർത്തനം ചെയ്യുന്നത് ആരാണെങ്കിലും അന്വേഷണ വിധേയമാകണം, അത്രേ ഉള്ളൂ. നമ്മളൊക്കെ ഇന്ത്യൻ പൗരന്മാരാണല്ലോ, ജയ് ഹിന്ദ് എന്ന് മനസ്സിൽ തട്ടി പറയുന്നവരല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. അടുത്ത കേസിനുള്ള വഴിയായല്ലോ. സ്റ്റോർ ചെയ്ത് വെച്ചോ, ആവശ്യം വരും. ഇന്ന് സപ്പോർട്ട് ചെയ്യുന്നവരെ നാളെ കൂക്കുന്ന ആളാ. കിട്ടും മോനെ, നിനക്കുള്ള പണി ഉറപ്പായിട്ടും കിട്ടും. രണസുനെ തന്നെ തന്നിരിക്കും. അത് നീ നോട്ട് ചെയ്ത് വെച്ച കേട്ടോ. കഴുത്ത് പിടിച്ചാൽ ഞെക്കി. ഒരു ചെറിയ സീനിന് എന്തിനാണ് കഴുത്തൊക്കെ പിടിച്ച് ഞെക്കുന്നത്? അതൊക്കെ കുറച്ച് ഓവറല്ലേ? ക്യാമറ കണ്ണിലൂടെ ആളുകൾ കാണുന്നടേ. കൊള്ളാം, അഭിനയം കൊള്ളാം രണച്ചേച്ചി. എന്തായി വിബിൻലാലൊക്കെ ഇപ്പൊ ഉണ്ടോ നാട്ടില്? വിബിൻലാലൊന്നും ഇപ്പൊ കാണാനില്ല, CCTV ക്യാമറ ഫുട്ടേജൊക്കെ വിടുന്നൊക്കെ പറഞ്ഞ് പോയതാ. പിന്നെ ഈ വഴിക്കേ വന്നിട്ടില്ല. അപ്പോ ഒത്തുകളി ആയിരുന്നല്ലേ കൊച്ചു ഗള്ളി. എത്ര പവനാ? ഒരു പവനുമല്ല ചേച്ചി, ഇത് ഗോൾഡ് അല്ല. ഗോൾഡിനേക്കാൾ വില കൂടിയതാണല്ലോ. അല്ല അല്ലടാ. ഈ ചെരുപ്പിന് എന്ത് വിലയുണ്ട്? ചെരുപ്പിന് ഒരു വിലയില്ലാത്ത ചെരുപ്പാണ്. അങ്ങനല്ല, വലിയ വിലയൊന്നും ഇല്ലാത്ത ചെരുപ്പാണ്. ഇപ്പൊ രേണുസുതി ബ്രാൻഡ് മാത്രം നിലയും വിലയൊക്കെ പോയി. ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും ആളുകൾ കറക്റ്റ് ഊക്കെന്ന് മനസ്സിലായി. 550 രൂപയുടെ ചെരുപ്പിന് 35,000 എന്ന് പറഞ്ഞ ആളാ. പിന്നെ മാല 50 രൂപക്ക് വാങ്ങുന്ന മാല 5000-ന് വാങ്ങിയെന്ന് പറയുന്ന ടീമാണ്. ഇപ്പൊ പറഞ്ഞാൽ 8ന്റെ പണി കിട്ടുമെന്ന് മനസ്സിലായി. ഇപ്പൊ പഴയ ആ ഒരു ഇതൊന്നും ഇല്ലല്ലോടെ. കുറെ തെറി വിളിക്കുന്നു, പിന്നെ ഈ ലെവലിൽ സംസാരിക്കുന്നു, ഞാനൊരു പാവ എന്ന് പറയാനാവുമല്ലേ.
എല്ലാം പിന്നെ സുധിച്ചേട്ടന് വേണ്ടിയിട്ടായതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വെക്കാം. എന്തായാലും നാക്കൊന്ന് അടങ്ങിയിട്ടുണ്ട്. ആരടക്കുന്നു ഒരു സൈഡ് കൂടെ തെറിയാ വിളിക്കുന്നത്. എടേ, സൗന്ദര്യം വേണം, ഗ്ലാമർ വേണം. ഓക്കേ? സൗന്ദര്യം ഇല്ലല്ലോ ഇത്. പിന്നെ ഗ്ലാമറെങ്കിലും പിടിച്ചിരിക്കും. സൗന്ദര്യം ഇല്ല എന്ന് ആൾക്ക് മനസ്സിലായി. മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാണ് നിൽക്കണെന്നുള്ളത്. പിന്നെ ഗ്ലാമറിൽ പിടിച്ചിട്ടെ, എവിടെ ഗ്ലാമറിൽ പിടിച്ചിരിക്കുന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓ, അതാണ് സംഭവം അല്ലേ, അതാണല്ലേ സബ്സ്ക്രിപ്ഷൻ പരിപാടി. ഞാൻ പറയുന്നില്ല, ഗ്ലാമർ ഗ്ലാമർ കണ്ടോളൂ, കക്ഷം ഗ്ലാമർ. ഈ സാധനമാണോ വടവിധവ, നിക്കർ വിധവ, ഇനി എന്തെങ്കിലും വിളിക്കാനുണ്ടോ? കുറേ പേരായല്ലോ. അതാണ് അപ്പം അങ്ങനെ പോകുന്നല്ലേ, ഗ്ലാമർ മാത്രമേ ഉള്ളൂ എന്നാ പറയുന്നത്. എന്തുണ്ടേ ഉള്ളത്? ഒരു തേങ്ങാക്കൊലി ഇല്ല. കുറെ പൊട്ടന്മാര് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇരിക്കുകയാണ് മണ്ടന്മാര്. സൗന്ദര്യം ഇല്ലാത്ത ഒരാൾക്ക് ഗ്ലാമർ വരില്ല. അങ്ങനൊന്നുമില്ല കേട്ടോ, സൗന്ദര്യം ഗ്ലാമറിന്റെ രണ്ടാ. നമ്മുടെ മനസ്സിലാണ് സൗന്ദര്യം. രേണുവിന്റെ മനസ്സെങ്ങനെ? എന്റെ മനസ്സ് വായിച്ചറിയാവുന്നവര് വായിച്ചറിയാം, അല്ലാത്തവരവിടെ ഇരിക്കും ചോദിച്ചോണ്ട് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. അത് സത്യം. ഈ കറക്റ്റ് ചോദ്യം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. മനസ്സറിയുന്നവരാണ് ഞങ്ങൾ. എന്ന് മുതലാണ് സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ഇൻ്റർവ്യൂ വന്നതെന്നറിയോ? സുധിയുടെ മരണത്തിന് ശേഷം. അതിനുശേഷം അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഇൻ്റർവ്യൂ മുഴുവൻ കണ്ടിട്ടുണ്ട് ഞാൻ. ഒന്നിന് മെച്ചമായിട്ട് നുണ പറയുന്നു. ഏവിയേഷൻ, അത് ഇത് അത് അതോടെ കിടക്കട്ടെ. കടം വാങ്ങിയ ആളുകൾ തിരിച്ചു ചോദിക്കുമ്പോൾ എൻ്റെയൊക്കെ നല്ലല്ലോ കായ് വാങ്ങിയത്, പോയി പണി നോക്കടാ എന്നുള്ള ശബ്ദ സന്ദേശം അപ്പുറത്ത്. എല്ലാം സുധിച്ചേട്ടന് വേണ്ടി എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് അപ്പുറത്ത്. കിച്ചുവിനെ നല്ല പണി കൊടുത്തിട്ട് ഇപ്പുറത്ത് എൻ്റെ പാവം മോനാണെന്ന് പറയുന്നത്. ഇതൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. എന്താണ് ആ മനസ്സെന്ന് ഞങ്ങൾക്ക് വായിച്ചറിയാൻ കഴിയും മകളെ. എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ബാക്കി ഇവളാകെ 10-12 ദിവസത്തേക്ക് ഇവിടെ വന്നിട്ടുള്ളൂ. ഇവക്ക് പോകാൻ പറ്റില്ല, ഇവിടെ ഫ്ലൈറ്റ് ഒക്കെ ക്യാൻസൽ. എന്നിട്ടും ഇവിടുന്ന് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് ഇവളൊന്ന് പുറത്തു പോയേക്കുന്നു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ. ചേച്ചി ഒന്ന് ആലോചിച്ചോക്ക് അപ്പൊ ഇവക്കുള്ള പിടിപാട് എന്താന്നുള്ളത്. പിന്നെ അവിടുന്ന് ഹണി റോസും ഇവിടെ ഉദ്ഘാടനത്തിന് വരുന്ന ഹണി റോസിനെ മറ്റവരൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് അവിടെ നിർത്തിയേക്കാണ്. എന്നിട്ട് ഇവിടെ നിന്ന് മറ്റേ നമ്മളെ ആ പെങ്കൊച്ചിന്റെ പേരെന്താ എനിക്ക് ഓർമ്മ വരുന്നില്ല, നമ്മൾ ഷാർജയിൽ ഡാൻസ് സ്കൂൾ നടത്തുന്ന നമ്മളെ സത്യം പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല ആ കൊച്ചിന്റെ. പറയാൻ കാരണമുണ്ട്. എന്റെ ആങ്ങളയുടെ മകളുടെ കല്യാണ നിശ്ചയമായിരുന്നു 1-ാം തീയതി. എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ ടിക്കറ്റ് ഓൾറെഡി നേരത്തെ 2 മാസം മുമ്പേ ബുക്ക് ചെയ്ത എനിക്ക് പോകാൻ പറ്റില്ല. എന്റെ ഫ്ലൈറ്റ് ഒക്കെ ക്യാൻസൽ ആണ്. പിന്നെ ഈ പോയി നമ്മൾ ഇവിടുന്ന് പോകണമെങ്കിൽ ഇവിടുത്തെ മിനിസ്റ്ററിയിൽ വരെ ഇവർക്ക് പിടിപാടുണ്ടാവണം, എന്നാലേ ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. ഇവള് കരഞ്ഞു മഴുകി. ഇവള് പിറ്റേ ദിവസം താമരശ്ശേരി പോയില്ലേ, മറ്റവന്റെ ടെലിഫിലിം എന്ന് പറഞ്ഞു. താമരശ്ശേരി മൊത്തം മറ്റേ ഗോൾഡ് ടീമിന്റെ ആൾക്കാരാണ്. ഇവള് ഒരു ദിവസം ആ കൊച്ചിന്റെ കൂടെ നിന്നോ? മോളെന്നല്ല ഇവളെ സഹിക്കാൻ വയ്യാഞ്ഞിട്ട് പറഞ്ഞു പോയതാണ് ചേച്ചി. അല്ലടാ, എൻ്റെ ഒരു സംശയം അതാണ്. യുദ്ധം നടക്കുന്ന സമയത്താണ് രണസ്വൻ അവിടെ എത്തുന്നത്. ഇത്രയും പൈസ ചെലവാക്കിയിട്ട് അവരെ ഇങ്ങനെ ഒരു വിമാനത്തിൽ നാട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അവരുടെ ഒരു മെച്ചം എന്താണെന്ന് ആലോചിക്കട്ടെ. കള്ള് കച്ചവടം നടത്തിയിട്ട് ഇപ്പം എത്ര ഉണ്ടാക്കുക അല്ലേ? ഇതൊരു സംശയം തന്നെയല്ലേ? ഇത്രയും പൈസ ചിലവാക്കിയിട്ട് ഒരാളെ കൊണ്ടുവന്ന് ഇത്രയും പൈസ ചിലവാക്കിയിട്ട് നാട്ടിലേക്ക് അയക്കുന്നു. ഈ ഒരു കാര്യമൊക്കെ തുറന്നു പറഞ്ഞപ്പോൾ രണസ്വനെ മിണ്ടുന്നില്ല, തെറിയൊക്കെ വിളിക്കുന്നു. ഇതുവരെ പറയാത്ത തെറികളൊക്കെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വലിയ ഡൗട്ട്. പിന്നെ വെല്ലുവിളി എന്നോണം മെഹനാസിൻ്റെ ഫോട്ടോ ഷെയർ ചെയ്യുന്നു. മെഹനാസ് ആരാന്നറിയില്ലേ? ഇനി ഇടക്കിടക്ക് പറയാൻ വേണ്ടി പിന്നെ ഡ്രഗ് അഡിക്റ്റ്, കള്ള് കുടിയൻ, അത് ഇത് പെണ്ണ്, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യ എന്നൊക്കെ പറഞ്ഞ് വലിയ അലിഗേഷൻ അനുഭവിക്കുന്ന ഒരു ചെക്കനാണ്. അവൻ്റെ ഫോട്ടോ 3 എണ്ണം ഷെയർ ചെയ്യുന്നത്. 3 എണ്ണം അവനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇവൻ ഡ്രഗ് ഡീലറാണ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വർണ്ണക്കടത്തിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. കണക്ഷൻ. അപ്പോൾ ഞങ്ങളെ തൊട്ട് കളിക്കാൻ യായോഡി ഷെഫീന ബീവി എന്ന് പറയുന്നത് പോലെ ഷെഫീന ബീവിക്ക് എന്തെങ്കിലും പറ്റാനുള്ള സാധ്യതകൾ ഏറെയാണ്. കാരണം അമ്മാതിരി ടീമാണ് ഇതിന് പിന്നിലെന്നാണ് തോന്നുന്നത്. എത്രമാത്രം പൈസ ചിലവാക്കിയിട്ട് യുദ്ധസമയത്ത് എങ്ങനെ ഇവർ നാട്ടിലെത്തി? ദാറ്റ്സ് വെരി വെരി ബ്രില്യൻറ്റ് ക്വസ്റ്റ്യൻ. സന്ദീപ് എടപ്പാൾ. നമ്മളെ പാട്ടുകാർ റിമി ടോമിയാണ് കേട്ടോ. ഇവർ രണ്ടാളും ക്ഷമാപണം നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മള് ഹണി റോസും റിമി ടോമിയും 21-ാം തീയതി വരാൻ കഴിയില്ല പറഞ്ഞിട്ട്. കാര്യം വരാൻ കഴിയാത്തത് ഫ്ലൈറ്റിന്റെ പ്രശ്നം കൊണ്ട്, ഇവിടുത്തെ യുദ്ധത്തിന്റെ സാഹചര്യം കൊണ്ടാണ്. പക്ഷെ ഇവള് വന്നു. എങ്ങനെ വന്നു? അല്ലടാ, ഗ്രീൻ കാർഡും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് തോന്നുന്നവർ. അതിനല്ലേ പറയാം ഗ്രീൻ വിസ. എന്താണ് ഓർമ്മയില്ല, തെറ്റിപ്പോയതാവും, നേരാക്കിക്കോളി. അങ്ങനെയുള്ള ആളുകൾക്ക് പോലും വരാൻ കഴിഞ്ഞില്ല. പക്ഷെ രണസ്വൻ അവിടെ എത്തി. സംതിങ് ഫിഷി. എങ്ങനെ എത്തി? പോലീസ് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഗൾഫിൽ ഒരുപാട് ആളുകൾ പരാതിപ്പെട്ടിട്ടുണ്ട്, പ്രവാസികൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് തൊട്ടവർക്കൊക്കെ നന്നായി പൊള്ളും. ജീവന് പേടിയുള്ള ആൾക്കാരൊക്കെ ഓടിക്കോളൂ, അല്ലാത്ത ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കും. അത്ര തന്നെ. 3 മാഫിയയാണ്. 1 കാസർഗോഡ്, 1 കോഴിക്കോട്, 1 തൃശ്ശൂര്. ഇങ്ങനെ 3 മാഫിയകളാണ്. മൊത്തം മലയാളികളാണ് ഇവിടെ സ്പായും ബാറും തേങ്ങയും മാങ്ങയും ഒക്കെ നടത്തുന്നത്.
ഇവിടെ സ്പായുടെ ഒന്നും ബാറിന്റെ ഒന്നും പ്രൊമോഷൻ ഒന്നും അനുവദിക്കത്തൊന്നുമില്ല. ഇവിടെ ഇല്ലീഗലാണ്. ചേച്ചിക്ക് അറിയാലോ, ചേച്ചി 22 വർഷം ഇവിടെ ഉണ്ടായിരുന്ന ആളല്ലേ. ഇവിടെ ഇല്ലീഗലാണ്. ഇതൊക്കെ എടുത്ത് പുറത്തിട്ട് കൊടുത്താൽ ഇവിടെ ഗൾഫിലെ പോലീസ് വന്ന് തൂക്കിക്കൊണ്ടുപോകും. ഏറ്റവും കൂടുതൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ചിട്ടാണ് ഈ പരിപാടി പിടിച്ചിട്ടുള്ളത്. പിന്നെയുള്ള മറ്റുള്ള എയർപോർട്ടുകളിലുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷെ കുറച്ച് കൂടുതൽ ഈ ഭാഗത്ത. അപ്പോൾ കാസർഗോഡ്, കോഴിക്കോട്, തൃശ്ശൂർ ബേസ് ചെയ്തിട്ടാണ് ഈ പരിപാടി. ചാവക്കാട് മാഫിയ ടീം മുന്നേ പിടിക്കപ്പെട്ടൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഏതൊരു ഗോൾഡ് സ്മഗ്ലിങ്ങിൻ്റെ ആളാണല്ലോ, അയാളുടെ കാറൊക്കെ സിനിമക്കൊക്കെ വിട്ടുകൊടുത്തിട്ട് വലിയ സംഭവമായത്. അപ്പോൾ പിന്നിൽ വലിയ ടീമുണ്ട്. രണസുനയുടെ പിന്നിലാണ് കളി മൊത്തം നടക്കുന്നത്. മുന്നിൽ ആരുമില്ല, പിന്നാമ്പുറക്കളികളാണ്. പുറത്ത് വരും എല്ലാ കാര്യങ്ങളും. ഇതുവരെ തെറി വിളിക്കാത്ത ആൾ പബ്ലിക് പ്ലേസിൽ നിന്ന് തെറി വിളിക്കുന്നു, ചൂടാവുന്നു, കൊഞ്ഞലം കുത്തുന്നു. ഇതിൻ്റെ പിന്നിലൊക്കെ എന്തോ നക്കിൻ്റെ സത്യങ്ങളുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട, പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. നിങ്ങൾ സത്യം എത്ര മൂടി വെച്ചിട്ടും കാര്യമില്ല, പുറത്തേക്ക് വരും. അഭിപ്രായം രേഖപ്പെടുത്തിക്കോളി. ഒരു കോള് വന്ന് വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.